ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് ഏപ്രിൽ 12 കശ്മീർ സീരീസിലെ അവസാനത്തെ വ്ളോഗാണിന്ന്. നമ്മളിന്ന് പോകുന്നത് യൂസ്മാർഗിലോട്ടാണ്. പോകുന്ന വഴിയിൽ ഇതുപോലെ ആടുകളുടെ ഒക്കെ ഒരു കൂട്ടം കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങി. കശ്മീരിലെ ഒരു വിഭാഗം ആളുകളുടെ മെയിൻ ജോലിയാണല്ലോ ഈ ആട് വളർത്തലും മേയ്ക്കലും എല്ലാം. അവർക്ക് സ്ഥിരമായിട്ടൊരു താമസ സ്ഥലമില്ല. അവരിങ്ങനെ സീസൺ അനുസരിച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കുറേ ആടുകളെയും ആട്ടിടയന്മാരെയൊക്കെ കാണുന്നുണ്ട്. ഇത് സോണിയ, നമ്മുടെ ടീം ലീഡർ. ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പിൽ നിന്നും. ഈ കാണുന്നത് പെയറിൻ്റെ ട്രീ ആണ്. പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശത്തായിട്ടും ആപ്പിൾ, പെയർ, ബദാം ഇതിൻ്റെയൊക്കെ കൃഷി കാണാം. നമ്മൾ ഇന്ന് പോകുന്ന യൂസ്മാർഗ് ശ്രീനഗറിൽ നിന്നും ഏകദേശം 55 കിലോമീറ്റർ ദൂരെയാണ്. യൂസ്മാർഗിൻ്റെ അർത്ഥം മേഡ് ഓഫ് ജീസസ് എന്നാണ്. ജീസസ് ജീവിച്ചിരുന്ന കാലത്ത് ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ യൂസ്മാർഗ് എത്തി. നമ്മൾ ഇന്നലെ ദൂത്പത്രി പോയല്ലോ, അതുപോലെ തന്നെ ഒരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ് യൂസ്മാർഗും. അധികം ടൂറിസ്റ്റുകളൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലം. ട്രെക്കിംഗ്, ക്യാമ്പിംഗ്, പോണി റൈഡ് ഇതെല്ലാം ഇവിടുത്തെ ആക്ടിവിറ്റീസാണ്. ഇവിടെ നമ്മൾ ഒരു 15 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ദൂത് ഗംഗ എന്ന് പറഞ്ഞൊരു റിവറിൻ്റെ അടുത്തെത്തും. ഇപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. യൂസ്മാർഗിൽ അധികവും ലോക്കലായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് കൂടുതൽ. അവരവിടെ നിന്ന് വീട്ടിൽ നിന്നും പാക്ക് ലഞ്ചൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണാം. ദൂത്പത്രിയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇവിടെയും. നമ്മൾ വണ്ടിയിൽ വന്ന് ഇറങ്ങിയ ആ സമയം തൊട്ട് തന്നെ ഈ കുതിരക്കാരൻ നമ്മുടെ പിന്നാലെയുണ്ട് പോണി റൈഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. ദൂത്പത്രിയിനേക്കാളും കുറച്ചും കൂടെ ഗ്രീനറി ആയിട്ടുള്ള സീനറീസ് ഒക്കെ ഇവിടെയാണുള്ളത്. നമ്മൾ എന്തായാലും പോണി റൈഡ് ചെയ്യുന്നില്ല എന്ന് ഇവരുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞാലും ഇവർ പിന്നാലേന്ന് മാറുന്നില്ല. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവരും നിൽക്കും, കുതിരയും നിൽക്കും. അതാണ് അവസ്ഥ. ഇവിടെയും പുൽമേട്ടിൽ മേഞ്ഞു നടക്കുന്ന കുറേ ആടുകളുണ്ട്. ഇത്രയും നല്ലൊരു സ്ഥലത്ത് ടൂറിസ്റ്റുകൾ എന്തുകൊണ്ടാണ് വളരെ കുറവ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് പേഴ്സണലി പഹൽഗാമിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് യൂസ്മാർഗാണ്. ദൂത് ഗംഗ റിവറിൻ്റെ അവിടേക്ക് ചെറിയൊരു ട്രെക്കിംഗ് ട്രെയിൽ ഉണ്ട്. ആ ഒരു വഴിയിലെ കാഴ്ചകളാണ് ഇതെല്ലാം. യൂസ്മാർഗിൽ കൂടുതൽ പൈൻ ട്രീസ് ആണ്. അതിങ്ങനെ നിരനിരയെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ദൂത് ഗംഗ റിവറിലോട്ടുള്ള ട്രെക്കിംഗ് വലിയൊരു കുഴപ്പമില്ല. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൈൻ ട്രീസിൽ നിന്നുള്ള ഇലകൾ പൊഴിഞ്ഞു കിടപ്പുണ്ട്. തലേദിവസം മറ്റോ മഴയും പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചവിട്ടുമ്പോൾ ചെറുതായിട്ടൊരു സ്ലിപ്പറി ഫീലിംഗ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ബിസി ലൈഫിനിടയിൽ ഇതുപോലൊരു നേച്ചർ വാക്കിന് പോകുമ്പോൾ നമ്മൾ ശരിക്കും റിഫ്രഷ്ഡ് ആവും. മിനിറ്റിൻ്റെ ഒരു ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ദൂത് ഗംഗ റിവറിൻ്റെ അടുത്തെത്തി. ഇറക്കം വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി കയറ്റമായിരിക്കും ഡിഫിക്കൽട്ട്.
റിവറിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഇവിടെ ഫുഡ് സ്റ്റോൾസുകൾ കാണാം. മാഗിയും കാവ്യൊക്കെ എന്തായാലും ഉണ്ടാവും. നല്ല ഭംഗിയുള്ള സ്ഥലം, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. നിങ്ങൾ കശ്മീർ വരുമ്പോൾ എന്തായാലും യൂസ്മാർഗ് വരണം കേട്ടോ. നമ്മൾ ഈ ബയ്യയുടെ സ്റ്റാളിൽ നിന്നും മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടെന്ന് ചോദിച്ചപ്പോൾ ആൾക്കും ഭയങ്കര സന്തോഷമായി. मटर, प्याज, हरी मिर्ची और गाजर। എന്തൊക്കെയായാലും ഈ ഹിൽ സ്റ്റേഷൻസിലൊക്കെ വരുമ്പോൾ കഴിക്കുന്ന മാഗി നൂഡിൽസ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. റിവറിൻ്റെ അവിടുന്ന് തിരിച്ചു കയറുമ്പോൾ പോണി റൈഡ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്, ഒരു മാനുഷിക പരിഗണന എന്ന രീതിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ കുതിരക്കാർ 2000 1500 റേറ്റൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ കയറുന്നില്ല എന്ന് പറഞ്ഞു. അവർ നമ്മളെ പിന്തുടർന്ന് ഈ റിവർ വരെ എത്തി. നമ്മളപ്പോഴും പോകുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവർ 250 രൂപയ്ക്കാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം, ഞങ്ങളെ സഹായിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങി. ഒന്നാമത്തെ കാര്യം, ഇവിടെ ടൂറിസ്റ്റുകൾ വളരെ കുറച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് വന്ന കുതിരക്കാർക്ക് ഇനിയൊരു 7 ദിവസം വെയിറ്റ് ചെയ്യണം അടുത്തൊരു ചാൻസ് കിട്ടാനായിട്ട്. ഒരുപാട് കുതിരക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ ടേൺ ബൈ ടേൺ ആണ് ചാൻസ് എടുക്കുന്നത്. ഇന്നത്തെ പോണി റൈഡ് കുറച്ച് റിസ്ക്കിയാണ്. പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വഴി വലിയ കുഴപ്പമില്ല, പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ റിവറിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഈ പോണി വന്നിരുന്നത് ഈ കല്ലും കുന്നും ഒക്കെ കയറിയിട്ടാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്തിരിക്കാൻ തന്നെ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. നമ്മൾ അവർ പറഞ്ഞ റേറ്റിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഫ്രണ്ട്സൊക്കെയായി ഒരുമിച്ചുള്ള ഈ പോണി റൈഡ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മളിതാ ഇവിടുന്ന് ശ്രീനഗറിലോട്ട് തിരിച്ചു പോവുകയാണ്. ഭൂമിയിലെ സ്വർഗമാണ് കശ്മീർ, ആ സ്വർഗത്തിലെ ചെറിയൊരു ഭാഗമാണ് യൂസ്മാർഗ്. തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. 2 വശത്തും പേറിൻ്റെ ചെടികൾ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ താഴ്വരയിലോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കാണാം. ഇതൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ കാണും കേട്ടോ, ഇങ്ങനെ വൈറ്റ് കളർ പൂക്കളുള്ള ചെടികൾ. ഒരുപാട് നാളായി കാത്തിരുന്ന കശ്മീർ ട്രിപ്പ് ഇന്നത്തോടെ തീരുകയാണ്. നാളെ ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോകും. ഞങ്ങളെ യാത്ര അയക്കാനെന്നുള്ള രീതിയിൽ അവസാന ദിവസമായപ്പോൾ മഴയും എത്തി. ഇനി അടുത്ത യാത്ര പോകുന്നത് വരെയുള്ള കാത്തിരിപ്പാണ് ഏറ്റവും രസം. എല്ലാവരും ഫിനാൻഷ്യലി സേവിങ്സ് ഒക്കെ ചെയ്ത് സമയം ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ 2 ദിവസത്തെയോ 3 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ ഇതുപോലെയുള്ള ട്രിപ്പുകളൊക്കെ പോയി ലൈഫ് ടൈം മെമ്മറീസ് ആയിട്ട് തിരിച്ചു വരണം. കശ്മീർ സീരീസിലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.